അസ്സലാമു നമ്മുടെ നോവൽ വായന തുടരുകയാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് നമ്മുടെ ഹോം സ്റ്റേയിൽ മിറാമർ ഹോം സ്റ്റേയിലേക്ക് പുതിയ ഒരു അതിഥി കൂടെ കടന്നു വരുന്നു. പേര് സഹ്റ. ആ സഹ്റ ഒരു കർഷക സ്ത്രീയാണ്. വളരെ പ്രായം കുറഞ്ഞ ഒരു യുവതിയായ പെൺകുട്ടിയാണ്. അതീവ സൗന്ദര്യമുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ത്വലബ, മർസൂഖ്, അതേപോലെ ആമിർ വജിദി, സഹ്റ ഇങ്ങനെ 3 പേരായി ആ ഒരു ക്യാമ്പിൽ. സഹ്റ ഒളിച്ചോടി വന്നതാണ്. അവളുടെ വല്യുപ്പാൻ്റെ പ്രായത്തിലുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രക്ഷപ്പെട്ട് ഒളിച്ചോടി വന്നതാണ് ഈ ഒരു ഹോം സ്റ്റേയിലേക്ക്. അപ്പോൾ പല സംസാരങ്ങൾ അങ്ങനെ ഹോം സ്റ്റേയിൽ നടക്കുന്നു. അപ്പോൾ ആൾ പറയൂ, പിന്നെ അവസാനമായിട്ട് സഹ്റ പറയുന്നത് അക്കൂനു റജുലൻ എന്താ ലൊറൂറ, ആവശ്യമായി വന്നാൽ, അതായത് നിന്നെ ചൂഷണം ചെയ്യാനൊക്കെ സാധ്യതയില്ല എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ പിന്നെ ആവശ്യമെങ്കിൽ ഞാനൊരു പുരുഷനാവാനും അല്ലെങ്കിൽ ഒരു ആണാവാനും മടിക്കില്ല എന്ന രൂപത്തിൽ സംസാരിച്ചു. ഫഅമിൻതു അലാ ഖൗലിഹാ ബി ഹമാസിൻ, അവളുടെ ആ തൻ്റെ ഇടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സഹ്റ ലൈസത്ത് ഗശീമ കാനത്ത് തസ്ഹബു അബാഹ ഫി ജൗലാത്തിഹി വക്കാന യുഹിബുഹ ജിദ്ദൻ. സഹ്റ തൊട്ടാവാടിയൊന്നുമല്ല കേട്ടോ, വാപ്പയ്ക്കൊപ്പം എല്ലായിടത്തും ഒപ്പം പോയവളാണ്. ആ മനുഷ്യൻ ഇവളെ ജീവനായിരുന്നു. ഫക്കാലത്ത് ബി ഹുസ്നിൻ വകുന്തു ഉഹിബുഹു അക്സറ മിൻ ഐനി അമ്മ ജദ്ദി ഫലാ യുഫക്കിറു ഇല്ല ഫിൽ ഇന്തിഫാ മിൻ വറായി. മറ്റെന്തിനേക്കാളും എനിക്കെൻ്റെ വാപ്പയെ ഇഷ്ടമായിരുന്നു. എന്നാൽ എൻ്റെ സാഹചര്യത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് മാത്രമാണ് ഇപ്പോൾ ഉപ്പൂപ്പ ചിന്തിക്കുന്നത്. വലാകിന ത്വലബ ആദ ഇലാ മുആകസതിഹ ഖായിലൻ ലൗ കാന ബിസ്തിതാഅതിക അൻ തകൂനി റജുലൻ ഫലിമ ഇൽ തുരിർതി ഇലൽ ഹറബ്. ഒരാണിനെ പോലെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഒളിച്ചോടി പോകുന്നത്? ഫഖാലത്ത് മുദാഫിയൻ അൻഹ യാ ത്വൽബ ബേക് അൻത അദ്റ ബിജവിൽ ഖുറ വഖദാസത്തിൽ അജ്ദാദ് വതഖാലിദുർ റഹീബ വകാന അലൈഹ അൻ തബ്ഖ ലിതസീറ സൗജതൻ സൈഫ ഔ തഹ്റുബ്. ഓ ത്വൽബാബേ, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ ഗ്രാമങ്ങളിലെ അവസ്ഥ. മുതിർന്നവരുടെ വാക്കുകൾക്കും കഠോരമായ ആചാരങ്ങൾക്കും അവിടെ എന്താണ് സ്ഥാനമെന്ന്. അതിനാൽ തന്നെ സുഹ്റക്ക് ഒന്നുകിലൊരു കപടയായ ഭാര്യയായി അവിടെ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്നും ഓടി ഒളിക്കുകയേ നിർവാഹമുള്ളൂ. റമക്കത്തിനെ ബിംതിനാനിൻ സുമ കാലത്ത് ബിയാസഫിൻ തറക്തു അർലി ഫൈദൻ ബിത്വലബ യഖൂൽ സയഖൂലൂന ഇന്നക ഹറബ്ത ലിക്കീതി വക്കീതി. സ്വന്തം മണ്ണുപേക്ഷിച്ചാണ് ഞാനിവിടെ വന്നത് എന്ന് സഹ്റ പറഞ്ഞു. എന്നാൽ ഏതോ കാമുകനോ മറ്റോ ഉള്ളതിനാലായിരിക്കാം നീ ഒളിച്ചോടിയതെന്നായിരിക്കും ഗ്രാമത്തിലുള്ളവർ പറയുക എന്ന് ത്വൽബ ഒരു എന്താ പറയുക, തമാശ രൂപത്തിൽ അല്ലെങ്കിൽ അവളെ ചൊടിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. ഹദജത്ഹു ബിനദ്റത്തിൻ ഗാലിബ വഖഫറ വജ്ഹുഹ കഅന്നമ ഇത്തഖദ മിൻ മാഇൽ ഫൈളാനി ബിശ്റതൻ ജദീദതൻ വഫറദത് സബാബതഹ അൽവുസ്ത വഹിയ തഖൂലു ബിഖശൂന. ത്വൽബയുടെ വാക്കുകൾ കേട്ടതും സുഹ്റ അയാളെ സൂക്ഷ്മമായൊന്ന് നോക്കി. വെള്ളപ്പൊക്കക്കാലത്തെ നൈൽ നദിയിലെ ജലം പോലെ ആ മുഖം ഇരുണ്ടുപോയിരുന്നു. ചൂണ്ടുവിരലും മധ്യത്തെ വിരലും ത്വൽബയുടെ നേർക്ക് നീട്ടി അവൾ പറഞ്ഞു, ഉഗ്രിസ് ഹുമാ ഫി ഐനി മൻ തഖൂലു അലയ്യ ബിൽ ബാത്തിൽ. എന്നെക്കുറിച്ച് അപവാദം പറയാൻ തുനിയുന്നവരുടെ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഹതഫത്തിൽ മദാം സഹ്റ അലാ തുഫരിഖീന ബൈനൽ ജിദ്ദി വദ്ദിആബ വഖുൽതു ബിദൗരി മുലാതിഫൻ വഖദ് അഖദത് ബിഗലബതിഹ ഇന്നഹു യുദാഇബുക യാ സഹ്റ വമിൽതു നഹ്വഹു മുതസായിലൻ ഐന ലുബാഖതുക യാ അസീസി ഫഅജാബത്നി ബിസ്തിഹാനത്തിൻ മൗലൂഅ തഹ്തൽ ഹിറാസ. അപ്പം സുഹ്റ, നിനക്കെന്താ ഒരു തമാശ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനാകില്ലേ? മാരിയാനയ്ക്ക് പിന്നാലെ ഞാനും സുഹ്റയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ആമിർ വജിദി. അവളുടെ ദേഷ്യം എന്നെയും അതിശയിപ്പിച്ചു. ഇദ്ദേഹം വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ശേഷം ത്വൽബക്കരിയിലേക്ക് ചാഞ്ഞുകൊണ്ട് ഞാൻ തിരക്കി, നിങ്ങളുടെ പഴയ നയചാതുരിയൊക്കെ എവിടെ പോയി? അതൊക്കെ സർക്കാർ കണ്ടു കെട്ടിയത് അറിഞ്ഞില്ലേ എന്ന് പരിഹാസരൂപത്തിൽ ത്വൽബാബയ്ക്ക് മറുപടി പറഞ്ഞു. ഐനാഹ അസീലത്താൻ വജ്നത്താഹ ദസിമത്താനി മൂരിദത്താൻ ഫി ദിഖ്നിഹ ഗിമാസ
بالكاد حفيدي الصغرى أما جدتها المحتملة فقد مرت في لمح البصر لم يدركها حب ولا زواج المستحيل تذكر ملامحها بيروجوان والضرب الأحمر وسيدي أبو السعود وطبيب الجراح. തേനിൻ്റെ നിറമുള്ള കണ്ണുകൾ, ചുവന്നു തൊടുത്ത കവിൾത്തടങ്ങൾ ഈ സഹ്റയെ വർണ്ണിക്കാണ്. നുണക്കുഴിയുമുണ്ട്. തൻ്റെ ചെറുമകളുടെ പ്രായം മാത്രമുള്ളവൾ. അവളുടെ ഉമ്മൂമ്മ മണ്ണ് ചിമ്മുന്ന വേഗത്തിലല്ലേ എങ്ങോ പോയി മറഞ്ഞത്. കണ്ണ് ചിമ്മുന്ന വേഗത്തിലല്ലേ എങ്ങോ പോയി മറഞ്ഞത്. പ്രണയമോ വിവാഹമോ വിധിക്കാത്തവൾ. അവളുടെ അഴകളവുകൾ ഓർത്തെടുക്കുന്നത് പോലും ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു. ഓർമ്മയിലാകെ തങ്ങി നിൽക്കുന്നത് ചില സ്ഥലനാമങ്ങൾ മാത്രമാണിപ്പോൾ. ബിർജുവാൻ, ദർബ് അഹ്മർ, പിന്നെ തകർന്ന ഹൃദയങ്ങളുടെ മുറിവുണക്കുന്ന സീദി അബൂ സഊദിൻ്റെ വിശുദ്ധ കിരീടവും. ഇത് സഹ്റയെ വർണ്ണിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹത്ത മത്ത തബ്ക ഹുന യാ സയ്യിദി, സാർ എത്ര കാലം ഇവിടെ താമസിക്കാനുണ്ടാകും? കാനത്ത് തജീഉനി ഫി ഹുജ്റതി ബി ഖഹ്വത്തിൽ അസ്ർ ഫസ്തബ്ഖിഹ ഹത്ത ഉഫ്രിഗ റഗ്ബതൻ ഫി ഹദീസിഹ. അതായത് എന്നും വൈകുന്നേരം എനിക്ക് കുടിക്കാനുള്ള കാപ്പിയുമായി മുറിയിലേക്ക് വരുന്ന സഹ്റയെ പിടിച്ചു നിർത്തി മതിവരുവോളം സംസാരിക്കുന്നതാണ് എൻ്റെ പതിവ്. ഇന്നി മുഖീമുൻ ഹുന യാ സഹ്റ വ ഉസ്റതുക് ഖുൽതു ലാഹികൻ ലാ അഹദുൻ ലീ ഫി ദുനിയാ സിവാക്. ഞാനിവിടെ സ്ഥിരമായി അങ്ങ് താമസിക്കാൻ പോവുകയാണ് സഹ്റ. കുടുംബമൊക്കെയോ? അതിന് എനിക്ക് ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ സ്വന്തമെന്ന് പറയാൻ. فضحكت زهرة من أعماق قلبها في مرح يدها صغيرة صلبة خشنة الأنامل قدماها مفلتحتان كبيرتان أما الجسم والوجه فسبحان الله العظيم. അവളുടെ ചെറിയ കൈപ്പത്തിയിലെ വിരൽത്തുമ്പുകൾ നല്ല പരുക്കനായിരുന്നു. കർഷക സ്ത്രീയും കൂടെയാണല്ലോ. പാദങ്ങളാവട്ടെ പരന്ന് വലിപ്പമുള്ളവയും. മുഖവും ശരീര സൗന്ദര്യവും കണ്ടാൽ പടച്ചവൻ എത്ര വലിയവനാണെന്ന് അറിയാതെ പറഞ്ഞു പോകും. വമറത്തൻ ഹമസത്തിലി ഇന്നഹു സഖീലുദ്ദം قلت لها مستعطفا إنه رجل كبير سيء الحال وبه مرض. എനിക്കയാളെ തീരെ ഇഷ്ടമല്ല, മുരടൻ. ഒരു ദിവസം ത്വൽബിയെക്കുറിച്ച് സഹ്റ പറഞ്ഞു. അയാളൊരു നിർഭാഗ്യവനായ വൃദ്ധനാണ്, പോരാത്തതിന് രോഗിയും. യദുന്നു നഫ്സഹു ഭാഷ വഖദ് മല അഹദൽ ഭാഷവാത്ത്. താനേതോ പാഷയാണെന്നാണ് പുള്ളിയുടെ ഭാവം. പഴയ പാഷമാരുടെ കാലമൊക്കെ കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. വഖാ ഖൗലുഹാ ഫി ഉദിനയ്യ മൗഖിഅൻ ഗരീബൻ ഫദാറ റഅസി ഫി ദായിറത്തിൻ സിഹരിയത്തിൻ ഖുത്റുഹാ ഖർനുൻ കാമിൽ. അവളുടെ വാക്കുകൾ ചെവിയിൽ പതിക്കുന്നതിനിടയിൽ മനസ്സ് അറിയാതെ ഒരു നൂറ്റാണ്ടോളം പിറകിലേക്ക് പോയ ശേഷം വൃത്താകൃതിയിൽ കറങ്ങി തിരികെ എത്തി. അതായത് ഈ പാഷമാരെക്കുറിച്ചൊക്കെ അവളുടെ ഒരു വിലയിരുത്തൽ അതീവമായ പക്വത നിറഞ്ഞൊരു വിലയിരുത്തലായിട്ട് ഇയാൾക്ക് തോന്നിയെന്നർത്ഥം. യഅ്ബൂന സിയാറത വസീറിൽ ഹഖാനിയ ലിഅന്നഹു അഫൻഡി. പാഷയോ ബേയോ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നീതിന്യായ വകുപ്പ് മന്ത്രിയായി എന്നെ സന്ദർശിക്കാൻ അവർക്കൊരു വിമുഖത. നീതിന്യായ വകുപ്പ് മന്ത്രിയായി എന്നെ സന്ദർശിക്കാൻ അവർക്കൊരു വിമുഖത. യാ ദൗലത്ത സഈം ലിരിജാലിൽ ഖലാ മഹാബത്തുഹും. പൊന്നങ്ങുന്നേ, ജഡ്ജിമാരല്ലേ, അവർക്ക് അവരുടേതായ തലക്കനമുണ്ടാകും. ഇന്നി ഫല്ലാഹുൻ ഖബ്ല കുല്ലി ഷൈഇൻ അമ്മാഹും ഫശറാക്കിസ. അതൊന്നുമല്ല കാര്യം. എന്തൊക്കെ പറഞ്ഞാലും കർഷക കുടുംബത്തിൽ നിന്നുയർന്നു വന്നവനല്ലേ ഞാൻ. അവരാകട്ടെ
ജർക്കസ് വംശജരും. സുമ്മ മാലിയൻ ഫി തസ്മീം, തീരുമാനിച്ചുറച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇസ്മ ത്വാലമ അയ്യറൂനി ബിൽ ഗൗഗ ഫഖാറത്തുഹും ബിഅന്നനി സഈമുർ റിആ ദബിൽ ജലാലീബ് അസ്സുർക്ക് ഇസ്മ ലാബുദ്ദൻ തതിമ സിയാറ വബിക്കുല്ലി ഇഹ്തിറാമിൻ. എന്നാൽ കേട്ടോളൂ, സാധാരണക്കാരുടെ നേതാവായ എന്നെ എന്നും പരിഹസിച്ചിട്ടേയുള്ളൂ ഇക്കൂട്ടർ. എന്നാൽ പഴകിയ നീല ജിലാബിയ കുപ്പായം ധരിച്ച ആൾക്കൂട്ടത്തിനെ നയിക്കുന്നതിൽ എനിക്ക് യാതൊരു നാണവുമില്ല. അതായത് സാധാരണക്കാരെ നയിക്കുന്നതിൽ എനിക്ക് നാണമില്ല, അഭിമാനമേ ഉള്ളൂ. ഇതവരെ അറിയിച്ചോളൂ. എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്, അവർ മന്ത്രാലയത്തിൽ വന്ന് എന്നെ കണ്ടേ തീരൂ. ലാബുദ്ദ അൻ തതിമ്മ അസിയാറ വബിക്കുല്ലി ഇഹ്തിറാം. ഹത്ത അപ്പോൾ ത്വൽബ മർസൂഖ് പിന്നെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വലിയ ആൾക്കാർ വന്നിട്ട് ത്വൽബ മർസൂഖിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതായപ്പം പറഞ്ഞ വാക്കുപോലെയാണ് തോന്നുന്നത്. ത്വൽബ മർസൂഖ് ഒരു കർഷകനായിരുന്നോ? ഇവിടെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാന അൻവാവിൽ വിസ്കി ഹഫിദത്ത് അസ്മാഅഹ വഹിയ തബ്തഉഹ മിൻ ബക്കാലത്തിൽ ഹൈ ലൈഫ് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന വിവിധ ബ്രാൻഡുകളിലുള്ള വിസ്കികളുടെ പേരുകളൊക്കെ സഹറ മനപ്പാടമാക്കിയിരുന്നു. വക്കാന തഖൂലി കുല്ലമാ ത്വലബ്തുഹ റമക്കത്തിനി അൽ അബ്സ്വാറു വലഹികത്തിൽ വുജൂഹ്. ഞാനിവ വാങ്ങാനായി ഷോപ്പിൽ ചെല്ലുമ്പോൾ ആളുകൾ തുറിച്ചു നോക്കും, പിന്നെ പരിഹസിച്ച് ചിരിക്കും. ഫറദ്ദദത് ഫീ നഫ്സിഹി ലിയഹ്ഫദകല്ലാഹ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവൾക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു. يا لها من ضوضاء الأصوات ليست بالغريبة ولكنها تصرخ محتدمة وماذا يجري خارج الغرفة غادرت الفراش والساعة تدق الخامسة مساء. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത വീഡിയോയിൽ വായിക്കാം. ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.